നമ്മളെല്ലാവരും ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലൊരു എനർജി ഉണ്ട്. നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ ഈ എനർജിക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ള കണ്ടെത്തലുകൾ ഇന്നും സയൻസിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്തരം എനർജികൾ ഈ സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമുക്ക് ചുറ്റും ഈ എൻവിറോൺമെന്റിൽ എവിടേക്ക് ഇരിപ്പുണ്ട് എന്നാണ് പാരാസൈക്കോളജി വിശ്വസിക്കുന്നത്. ഇതിനെ റെസിഡുവൽ ഹണ്ടിങ് അഥവാ പ്ലേസ് മെമ്മറി എന്ന് പറയുന്നു. ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഒരു യാത്രയിലുണ്ടായ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ അനുഭവമാണ് ഈ കഥയിലൂടെ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. ഞാൻ ആദ്യം അവനെക്കുറിച്ച് പറയാം. കുറേ കാലങ്ങളായിട്ട് വീട്ടിലിരുന്ന് ഒരു എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്ത് പഠിക്കുമായിരുന്നു. അങ്ങനെ പഠിച്ച് അവൻ ഒരുപാട് മെനക്കെട്ട് ആ എക്സാം ക്രാക്ക് ചെയ്തു. എക്സാം ക്രാക്ക് ചെയ്ത സന്തോഷത്തിൽ ഒരു യാത്ര പോകാൻ വേണ്ടി അവൻ പ്ലാൻ ചെയ്തു. അവൻ്റെ കൂട്ടുകാരെല്ലാവരെയും വിളിച്ചു, പക്ഷെ അവരെല്ലാം ബിസി ആയിരുന്നു. എങ്കിലും യാത്ര പോകാനുള്ള അല്ലെങ്കിൽ അവൻ്റെ മൈൻഡ് ഒന്ന് റീഫ്രഷ് ആക്കാൻ വേണ്ടിയിട്ട് അവൻ കണ്ടെത്തിയ ഈ യാത്രയിലേക്ക് ആരും വരാത്തത് കൊണ്ടും സോളോ ഡ്രൈവ് പ്ലാൻ ചെയ്തു. ഈ ഡ്രൈവ് അവൻ ഉദ്ദേശിക്കുന്നത് മൈസൂർ ബാംഗ്ലൂർ സൈഡിലേക്കായിരുന്നു. അങ്ങനെ ഒരു ബൈക്കുമായിട്ട് ഈ മൈസൂർ ബാംഗ്ലൂർ സൈഡിലേക്ക് അവൻ ഇറങ്ങി. ഉച്ചയ്ക്ക് ശേഷമാണ് ഇറങ്ങിയത്. ഒരുപാട് യാത്ര ചെയ്തുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇവനില്ല. ഉച്ചയ്ക്ക് ശേഷം ഇറങ്ങിയ അവൻ ഒരുപാട് വൈകിയാണ് മൈസൂർ കഴിഞ്ഞ് ബാംഗ്ലൂർ നഗരത്തിലേക്ക് എത്തിപ്പെടുന്നത്. മുൻകൂട്ടി റൂം ബുക്ക് ചെയ്യാത്തത് കൊണ്ടും അവനങ്ങനെ അവിടുത്തെ ഹോട്ടലുകളൊന്നും പരിചയമില്ലാത്തത് കൊണ്ടും ഹോട്ടൽ റൂമൊന്നും കിട്ടിയില്ല. അങ്ങനെ അവസാനം ബാംഗ്ലൂർ നഗരത്തിന്റെ ഔട്ട്സ്കേർട്ടിലുള്ള ഒരു ചെറിയ തട്ടിക്കൂട്ട് ഹോട്ടൽ അവൻ കണ്ടെത്തി.